നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ നോളജ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സൂപ്പർ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ പണം ലാഭിക്കാം. സത്യം പറഞ്ഞാൽ ഇത് അത്ര വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, പക്ഷേ പലപ്പോഴും നമ്മൾ അറിയാതെ കുറെ തെറ്റുകൾ വരുത്താറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ടിപ്സ് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഉറപ്പായിട്ടും പണം ലാഭിക്കാൻ പറ്റും. നമ്മൾക്ക് മാസ വരുമാനം കിട്ടുമ്പോൾ അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 50% നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക്, വാടക, ഭക്ഷണം, ബില്ലുകൾ, ഇതിനൊക്കെ മാറ്റിവെക്കുക. 30% ഇത് നമ്മുടെ ഇഷ്ടങ്ങൾക്കായിട്ടുള്ളതാണ്. സിനിമ കാണാൻ പോകുന്നത്, ഷോപ്പിംഗ്, യാത്രകൾ, കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. 20% ഇതാണ് ഏറ്റവും പ്രധാനം. മൈനസ് ഈ 20% എപ്പോഴും നമ്മളുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കണം. വരുമാനം കിട്ടിയ ഉടൻ തന്നെ ഈ 20% മാറ്റിവെക്കണം. ബജറ്റ് തയ്യാറാക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ മാസം എനിക്കിതെങ്ങനെ ഇത്രയും പണം ചെലവായി? എവിടെയാണ് പണം പോകുന്നത് എന്ന് നമുക്കറിയാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഫോണിലെ ഏതെങ്കിലും ആപ്പിലോ നമ്മുടെ ചിലവുകൾ കുറിച്ചു വയ്ക്കുക. അപ്പോൾ മനസ്സിലാവും എവിടെയാണ് അനാവശ്യമായി പണം പോകുന്നത് എന്ന്. അനാവശ്യ ചിലവുകൾ കണ്ടുപിടിച്ച് അതിനെ കട്ട് ചെയ്യുക. ഇത് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നൊരു ടിപ്പാണ്. നമുക്കൊരു പുതിയ ഫോണോ അല്ലെങ്കിൽ പുതിയ ഷൂവോ എന്തെങ്കിലും വാങ്ങാൻ തോന്നുവാണെങ്കിൽ ഒരു 30 ദിവസം കാത്തിരിക്കുക. ആ 30 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്കത് വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങുക. പലപ്പോഴും ഈ 30 ദിവസം കഴിയുമ്പോൾ ആ ആഗ്രഹം അങ്ങ് മാറും. അതോടെ ആ ചെലവ് നമുക്ക് ഒഴിവാക്കാം. വെറുതെ പൈസ പോകുന്നത് ഒഴിവാക്കാം. ചെറിയ നിക്ഷേപങ്ങൾ തുടങ്ങുക. പണം വെറുതെ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ കിടന്നാൽ അതിന് വലിയ വളർച്ച ഉണ്ടാവില്ല. ചെറിയ തുകയാണെങ്കിൽ പോലും നിക്ഷേപിക്കാൻ തുടങ്ങുക. സിപ്പ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മാസത്തിൽ 500 രൂപ മുതൽ പോലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ പറ്റും. റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് റെക്കറിംഗ് ഡിപ്പോസിറ്റോ ഫിക്സഡ് ഡിപ്പോസിറ്റോ തുടങ്ങാം. കുറേശ്ശെയായി നിങ്ങളുടെ സമ്പാദ്യം വളരുന്നത് കാണുന്നത് ഒരു നല്ല ഫീലിംഗ് ആയിരിക്കും. പുറത്തുനിന്നുള്ള ഭക്ഷണം കുറയ്ക്കുക. നമ്മുടെ പ്രധാന ചിലവുകളിൽ ഒന്നാണിത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും ഓൺലൈനായി ഓർഡർ ചെയ്യുന്നതും നല്ലൊരു തുക ഓരോ മാസവും പോവാൻ കാരണമാകാറുണ്ട്. ആഴ്ചയിൽ ഒരു തവണ മാത്രം പുറത്തുനിന്ന് കഴിക്കുക എന്ന് തീരുമാനിച്ചാൽ തന്നെ വലിയൊരു തുക ലാഭിക്കാൻ പറ്റും. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓഫറുകളും ഡിസ്കൗണ്ടുകളും നോക്കി വാങ്ങുക. ഷോപ്പിംഗിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ശ്രദ്ധിക്കുക. എന്നുവെച്ച് ഓഫർ ഉണ്ടെന്ന് കരുതി ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടരുത് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. അത് ഓഫറിൽ കിട്ടുമ്പോൾ വാങ്ങുക. അനാവശ്യ ബില്ലുകളും സബ്സ്ക്രിപ്ഷനുകളും ഒഴിവാക്കുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ചിലവുകളാണ് ഇത്. ഉപയോഗമില്ലാത്ത ലൈറ്റും ഫാനും ഓഫ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും OTT സബ്സ്ക്രിപ്ഷനുകൾ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജിം മെമ്പർഷിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ആവശ്യമുള്ളത് മാത്രം നിലനിർത്തുക. അപ്പൊ ഇതൊക്കെയാണ് പണം ലാഭിക്കാനുള്ള എന്റെ കുറച്ച് സിമ്പിൾ ടിപ്സ്. ഇതൊരു വലിയ പ്രോസസ് ആണെന്ന് വിചാരിക്കരുത്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പതിയെ പതിയെ ഇത് ശീലമാക്കുക. ഓർക്കുക, ചിലവാക്കിയ ശേഷം ബാക്കിയുള്ളത് സമ്പാദിക്കുകയല്ല വേണ്ടത്, മറിച്ച് സമ്പാദിച്ച ശേഷം ബാക്കിയുള്ളത് ചെലവാക്കുകയാണ് വേണ്ടത്. ഇത് വാറൻ ബഫറ്റ് പറഞ്ഞതാണ്. ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഇതുപോലെയാണോ ക്യാഷ് സേവ് ചെയ്യാറ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.